മതി നാടൻ പാടത്ത് ഏതാടെ വെള്ളത്തിന് ഒഴുക്കുണ്ടോ? വെള്ളത്തിന് ഒഴുക്ക് ഇവിടെ കാണില്ല, എന്തോ ഒരു വ്യത്യാസം പോലെ ഇവിടെ ഇവിടെ ചെയ്യും. പാമ്പ് കയറും. ആയ് പെരകണോ? ആ ഇവിടെ ഉണ്ടല്ലേ, മൂത്താ ചെറുത്. നമുക്ക് പറിക്കാം, തിരിച്ചു പറിക്കാം. ഇനി വലത്തെ സൈഡിലോട്ടോ, ഈ സൈഡിൽ. അല്ലല്ല, ആ കോർക്കിൻ്റെ ആണ്ട് ടിന്ന്, മദ്യത്തിൻ്റെ കുപ്പി അത്. അതെ അതെ, മദ്യപിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ കറക്റ്റ് ആണ്. അല്ലേ നമ്മൾ മദ്യപിച്ച് തുടങ്ങണം. കറക്റ്റായിട്ട് തോന്നാനുണ്ടല്ലോ. വലത്ത് ഇവിടെ മാത്രം കേട്ടോ. ആ അതെ, ഇനി ഒന്നും ചെയ്യണ്ട, കുറച്ച് നേരം അങ്ങനെ പോട്ടെ. തോടെ എടുത്ത് വിശ്രമിച്ചു. ആ തോട്ടം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭയങ്കര മടിക്കുകയല്ലേ? അവരെ കാണുന്നില്ലല്ലോ. കയറുണ്ട്, കയറ് ഇതായിട്ടില്ല. അത് ഈ അടുത്തിടയ്ക്കാണ്ട് കിട്ടിയാണെന്നുള്ളൂ. പണ്ട് വളരെ ഇതുണ്ടായിരുന്നു, കയറ് കെട്ടിയിട്ടുണ്ട്. ടയറാ ഇവിടെ മാത്രം കേട്ടോ, ഇവിടെ ഈ സൈഡിൽ മാത്രം. എന്നാലും ഈ ഗ്യാപ്പിൽ കൂടെ പോകുള്ളൂ. ആ അതിനൊന്നും ചെയ്യണ്ട ഇവിടെ. പച്ചപ്പാണല്ലോ, ഒന്നും ചെയ്യണ്ട കേട്ടോ, അങ്ങനെ അങ്ങ് പോകട്ടെ കുറച്ച് ദൂരം. ഇവിടെ നല്ലൊരു സെറ്റപ്പ് ആംബിയൻസ് ആട്ടോ. ഇവിടെ ഇവിടെ മാത്രം. ആ കാണും കാണും. ശരി, നമ്മളെ സിനിമയ്ക്കകത്ത് കാണിക്കാം, കാടിനകത്തൊരു വൈബ് പോകണം. അതെ അതെ, ഇത് രസമാണ്. അതേപോലെ സെറ്റപ്പ് ഇല്ലേ? വാവ്, ബ്യൂട്ടിഫുൾ. ഇതൊരു കടവാണെന്നോ? കടവല്ല, അതൊരു കടവല്ലേ ഇത്? അല്ലെന്ന്. ഇവിടെ ചെറുതായി ഇറങ്ങി ചെറിയിരുന്നുണ്ട്. നോക്കിക്കോണോ? പുഴയാണോ? അല്ല, ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. ആ കാറ്റൊക്കെ ആ കരിയിലേക്ക് അങ്ങോട്ട് വീണോ നോക്കി. ആ ഇവിടെ തോന്നു ഈ സൈഡ്, ഈ സൈഡ്. യെസ്, ആ ആ കേട്ടോ, ഈ സൈഡ് കേട്ടോ, ഈ സൈഡ് മാത്രമേ. ആ സൈഡ് മാത്രമേ ചെയ്യാവുള്ളേ. ആ പോട്ടെ. ആ ഹായ്, ആ ഇനി ഇപ്പുറത്തെ സൈഡാ. നമസ്കാരം, ഞാൻ ശരത്ത് ശശി, ആരവം അറ്റ് നീഴൂർ എന്ന പ്രോഗ്രാമിൻ്റെ കൺവീനറാണ്. നമുക്കറിയാം, വില്ലേജ് ടൂറിസത്തിന് സാധ്യതകൾ ഒരുപാടുണ്ട് എന്ന ഒരു സാഹചര്യം മനസ്സിലാക്കി നീഴൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ആരവം ടൂറിസം ഫെസ്റ്റിവലാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. ഫെബ്രുവരി 5, 6, 7, 8, 9 തീയതികളിൽ. ഒരു ട്രാവൽ ആൻഡ് ടൂറിസം പഠിച്ച ആളെന്ന നിലയ്ക്ക്
ഈ നീഴൂരിനെ സംബന്ധിച്ച് ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് നേരത്തെ മനസ്സിലാക്കുകയും അതിലോട്ടുള്ള ചുവടുവെപ്പായി ആദ്യത്തെ 1-2 വർഷങ്ങളിൽ ഇതിൻ്റെ പണിപ്പുരയിൽ ഒരുപാട് കാര്യങ്ങൾ നടത്തിയെങ്കിലും ഈ കഴിഞ്ഞ വർഷമാണ് ഇതിൻ്റെ ആദ്യപടി എന്നോണം ആരവം സീസൺ 1 തുടങ്ങുവാൻ സാധിച്ചത്. അതിനുശേഷം ഈ ആരവം സീസൺ 2 ഫെബ്രുവരി 5, 6, 7, 8, 9 തീയതികളിൽ നീഴൂരിൻ്റെ തുരുത്തിപ്പള്ളി ചെറിയിൽ അരങ്ങേറുമ്പോൾ അതിന് വലിയ ജനപങ്കാളിത്തവും സ്വീകാര്യതയുമാണ് ലഭിച്ചു വരുന്നത്. എന്തായാലും യുവജനങ്ങൾക്കിടയിൽ ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച ഈ ഒരു ടൂറിസം ഫെസ്റ്റിവലിന് ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലോട്ട് ഹാർദവമായി ക്ഷണിച്ചുകൊണ്ടും നിർത്തുന്നു. നീ നോക്കിക്കളിയല്ലേ? ഈ മരമൊക്കെ ഇരിക്കണ എന്തിനാണ്? ഇവിടെ മാത്രം കേട്ടോ, ഇവിടെ മാത്രം. ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ടായി ഫോൺ പണി കൊടുത്താൽ എന്ത് ചെയ്യുമോ? അവർ പോയോ? അവരങ്ങോട്ട് കയറി പോയോ? തിരിക്കാൻ പറ്റുമായിരിക്കും. നമുക്ക് നോക്കാം. തിരിക്കാൻ പറ്റുമായിരിക്കും. ഞാൻ ഇവിടെ പോട്ടെ. 2 സൈഡ് മാറി മാറി ചെയ്യാം. ഓടാ ബ്യൂട്ടി. ഇനി വലത്ത് മാത്രം, ഈ സൈഡ് മാത്രം കേട്ടോ. ഞാൻ പറഞ്ഞ ടയർ കണ്ടോ കെട്ടിയിട്ട് ഞങ്ങൾ? ആ, ഇവിടെയാണ് ഞങ്ങൾ കെട്ടിയ ടയർ. ആ, വെള്ളത്തിൽ കിടക്കുന്നത്. ടയർ കിടക്കുന്നുണ്ടോ? ആ, ഇത് അതിൽ നേരെ പോട്ടെ. ഇവിടെ തുഴയാൻ ഇച്ചിരി ഇട കുറവാണ്. നേരെ ഒന്നും ചെയ്യണ്ട, നേരെ പൊക്കോട്ടെ. നേരെ പൊക്കോളിയല്ലേ? ആ, ഈ സൈഡ് മാത്രം ഒന്ന് കുത്തി കൊടുത്താൽ. ഈ ടയർ കണ്ടോ? ഇതിന് മുകളിൽ വെള്ളത്തിൽ കാണാൻ ആ, ഓക്കെ. ഇതാണ് മറ്റേ മരിച്ച വീട്. ആ, ഓക്കെ ഓക്കെ. ആ, ബോഡി ഉണ്ട്. കൊണ്ടുപോയി കാണുമായിരിക്കുമല്ലോ. ആ, അടക്ക് കഴിഞ്ഞാണ്. ആ വട്ടയുടെ ഇതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങോട്ട് പോട്ടെ. ആ, സൈഡ് വഴി. സൈഡല്ലേ, ഇടയ്ക്കൂടെ. ഇതിൻ്റെ ഇടയ്ക്കൂടെ. ഇത് തന്നെ കറക്റ്റ് മതി. ഇനി തുഴയണ്ട, ഇത് അവിടെ ചെന്നിട്ട് തുഴഞ്ഞാൽ മതി. ഓ, ഹാടി പോടി. നാളെ ഇതിന് തിരിച്ചു പോയാലോ? ആ, വണ്ടി എടുക്കാം. മറ്റേടത്ത് കയറാം. പഞ്ചായത്തിനടക്കിന് ജോൺ ഓഫ് ആർക്ക് കളിക്കുന്ന നല്ല കുപ്പിയൊക്കെ കിടക്കണം അല്ലേ? ജോൺ ഓഫ് ആർക്ക് ഷൂട്ടിംഗ് വരെയൊക്കെ. വാവ്, പോയോളൂ നമ്മൾ വെള്ളം വെള്ളത്തിലാശാനല്ലേ? ഒരു വഴിക്ക് പോലും കാണുന്നില്ലല്ലോ. ഇതാ ഷാപ്പ്. ആ, ഉവ്വ്. അവരോ അത് കുറേ അങ്ങ് പോയെന്നാ പറയും. അവൻ പുറത്ത് കാണുമായിരിക്കും അല്ലേ? ഇതിലൂടെ വലത്തോടെ പോട്ടെ. ഇതിലൂടെ ഇവിടെ മാത്രമേ. അപ്പോൾ എനിക്ക് സംഗതി ഏകദേശം പിടികിട്ടിയില്ലേ? ഓ, ന്യൂ ഷാപ്പിൻ്റെ മുളയൊക്കെ നല്ല അടിപൊളി ആംബിയൻസ് ആണല്ലോ. ഇവിടെ മാത്രം കേട്ടോ, ന്യൂ ഷാപ്പ്.
വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെ ഈ സൈഡിൽ കേട്ടോ. ആ ഇനി തുഴയണ്ടോ മതി, ഇനി അന്ന് സ്റ്റീർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതിനടി കൂടെ കയറി പോയാലോ? വേണ്ട വേണ്ട വേണ്ട, അപ്പുറത്തോടെ പോവാം. ആ ആ അത് മടല മടല. ആ അവിടെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. എന്നാൽ പിന്നെ ഒരു കാര്യം നമുക്ക് ഇവിടെ ഇടാം. അതെ നമ്മൾ ഞീഴൂർ ടൗണിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പാലം. അവിടെ ഈ സൈഡിലേക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകും. അലമാര അടിക്കും. അല്ലല്ല ആ ഓക്കെ, ഞങ്ങൾ തുഴഞ്ഞ് ഇത് തിരിച്ചിട്ട് വരാം. ആ ഇല്ല ഇനി ഈ സൈഡ് എടാ ഈ സൈഡ് എടാ ഇതിന് ഈ സൈഡ്. ആ ഇനി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓ പാലത്തിൻ്റെ അടി വാവ്. ആ നമുക്ക് ഇവിടെ ഇട്ടിരിക്കാം. ആ അപ്പോൾ ഒന്നും ചെയ്യണ്ട, അത് അങ്ങോട്ട് പൊക്കോട്ടെ. ആ ആ എടാ നീ അത് സ്റ്റീർ ചെയ്യണം കേട്ടോ. ഇല്ല ഇല്ല, അത് ഇപ്പം വെള്ളമുണ്ട് ചേട്ടാ, ഇപ്പം പാറ കഴിഞ്ഞ് വെള്ളമുണ്ട്. ഓ ഇത് കുഴപ്പമില്ല. വീട് കെട്ടിരിക്കാൻ അവിടെ ആ വള്ളയൊന്ന് മാറ്റിയാൽ ഓക്കെ. ഉപ്പില്ലല്ലോ. അങ്ങോട്ട് ഇപ്പോൾ കാറ്റുണ്ട്. ഒഴുക്കല്ലേ, ഇത് കാറ്റിൻ്റെ. ഒഴുക്കിൻ്റെ അല്ലേ, ഇത് കാറ്റിൻ്റെ. അപ്പം കലക്കാനാട്ടോ. ഓ ഇതെന്നടാ അത്? നോക്കടാ. ഷാപ്പ് ആൾക്കാർ കണ്ടു. ഇവിടെ ഈ സൈഡ് മാത്രം ഇടാ, കുഴപ്പമില്ല പൊക്കോളൂ. ഇവിടെ എന്തിനാടാ നിങ്ങൾ ടയർ കെട്ടിയിട്ടെ? തൊഴേ ഈ സൈഡ്. ഈ സെൻറ്ററിൽ കൂടെ വാവ് ദേ ടയർ. ആ ദേ വള്ളി വേണ്ട, വള്ളി ഇവിടെ നിൽക്കട്ടെ. ആ ആ അതെ ഇടത്ത്. ആ ഇനി വലത്ത് മാത്രം. നിൽക്കട തുടയില്ല. വൃത്തിയായിട്ട വെള്ളം.
ഈ മരത്തിലൊക്കെ കയറിയിരിക്കാൻ നല്ല രസമായിരിക്കും. ഇതൊന്നും വെട്ടിക്കളയരുത്. ഇനി ഇടത്ത് മാത്രം കേട്ടോ, ഈ സൈഡ് മാത്രം, ഇടത്ത് സൈഡ് മാത്രം. ഇനി വലത് മാത്രം, വലത് മാത്രം. യെസ്. വരത്തി വേണം മാറ്റിയിട്ടടി വരുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് കൂടെ വെയിറ്റ് ചെയ്യാം. മീനുണ്ട്. മാമയെ കണ്ടതിൻ്റെ അടുത്തില്ലല്ലേ? ചൂണ്ട കൊണ്ടുവരണം അടുത്ത പ്രാവശ്യം. ഇല്ല, അമ്മരെ കാണുന്നില്ല. മറ്റേ തോണ്ടി വിട്ടാൽ മതി ശരിക്കും. പോണോ നമുക്ക്? പോണോ? അമ്മരെ ഹെൽപ്പ് ചെയ്യാം. മരത്തിനടി കുറേ ഉണ്ടോ നോക്കണം. വേണ്ട, നീ പിടിച്ച മരത്തേക്ക്. നിങ്ങൾ ക്ലീൻ ആക്കിയോ? നമുക്കൊന്ന് നാളെ വാക്കത്തിയിട്ട് ഇറങ്ങാം, ടൂൾസ് ആയിട്ട് ഇറങ്ങാം. വേറെ എങ്ങും വലിയ പ്രശ്നമൊന്നുമില്ല. പോലെ ഇവിടുന്ന് ഇങ്ങനെ കുത്തിയാൽ